തൃശൂർ കൊടുങ്ങല്ലൂർ കാഞ്ഞിരപ്പുഴയിൽ മണൽ വാരുന്നതിനിടയിൽ വഞ്ചി മറിഞ്ഞ് രണ്ടുപേരെ കാണാതായി. പ്രദീപ്, സന്തോഷ് എന്നിവരെയാണ് ഇന്നലെ രാത്രി കാണാതായത്. ഫയർഫോഴ്സ് തെരച്ചിൽ നടത്തുകയാണ്. അനൽക സെയ്തുണ്ട് വിവരങ്ങളുമായി. അനൽക, ശക്തമായ മഴ ഉണ്ടായിരുന്നോ, കാറ്റുണ്ടായിരുന്നോ? ഈ ജലാശയങ്ങളിലേക്ക് ഉൾപ്പെടെ പോകുന്നതിന് വിലക്കുണ്ടോ അവിടെ? എങ്ങനെയാണ് വിവരങ്ങൾ? എങ്ങനെയാണ് ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ? ഇതിൽ അതായത് ഇന്നലെ ഈ കൊടുങ്ങല്ലൂർ കാഞ്ഞിരപ്പുഴ ഭാഗത്ത് അതിശക്തമായിട്ടുള്ള മഴയും അതോടൊപ്പം തന്നെ കാറ്റും ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് ഇന്നലെ രാത്രിയോട് കൂടിയിട്ട് ഈ കാഞ്ഞിരപ്പുഴയ്ക്ക് സമീപം മണൽ വാരുന്നതിനിടയിൽ അതായത് 4 പേരടങ്ങുന്ന ഒരു സംഘം ഈ പുഴയിലേക്ക് മണൽ വാരിയത്. ഈ സമയത്താണ് അതിശക്തമായിട്ടുള്ള മഴയും കാറ്റും ഉണ്ടായത്. ഈ ഘട്ടത്തിലാണ് 2 പേർ, അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓറാട്ട് പ്രദീപ്, അതോടൊപ്പം തന്നെ പാലക്കപ്പറമ്പിൽ സന്തോഷ് എന്നിവർ ഇത്തരത്തിൽ കാണാതാകുന്നത്. 4 പേരായിരുന്നു അത്തരത്തിൽ ഈ വെള്ളത്തിൽ ഉണ്ടായിരുന്നത്. 2 പേർ ഉടനെ തന്നെ ഈ കാറ്റുണ്ടായ സമയത്ത് വള്ളം മറിഞ്ഞ സമയത്ത് തന്നെ കരയിലേക്ക് നീന്തി രക്ഷപ്പെടുകയും 2 പേർ, ഈ പ്രദീപും അതോടൊപ്പം തന്നെ സന്തോഷും ഇത്തരത്തിൽ പ്രദീപ് 2 പേരെയും കാണാതാവുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ആ ഘട്ടത്തിൽ തന്നെ ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ ഈ തീരദേശ പോലീസും ഒക്കെ തന്നെ ആ ഘട്ടത്തിൽ ഈ കാഞ്ഞിരപ്പുഴ ഭാഗത്തെത്തി പരിശോധന നടത്തിയെങ്കിൽ ഇതുവരെ അവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഇന്നലെ ആ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, നമ്മൾ അന്വേഷിച്ച സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഭാഗത്ത് അതിശക്തമായ മഴയും അതോടൊപ്പം തന്നെ കാറ്റും ഉണ്ടായിരുന്ന കാര്യമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോഴും അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഈ ഫയർഫോഴ്സിൻ്റെയും അതോടൊപ്പം തന്നെ പോലീസിൻ്റെയും തീരദേശ പോലീസിൻ്റെയും നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. ആ ഭാഗത്തൊക്കെ തന്നെ ഇന്നലെ വൈകുന്നേര സമയങ്ങളൊക്കെ തന്നെ മഴയുണ്ടായിരുന്നു എന്നാണ് നമ്മൾ ഈ നാട്ടുകാരുടെ അടുത്ത് സംസാരിച്ച സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് അവരെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഫയർഫോഴ്സിൻ്റെയും അതോടൊപ്പം തന്നെ പോലീസിൻ്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. ബിനിൽ, ഓക്കെ, വ്യക്തമാണ്. അനിൽക സെയ്താണ് വിവരങ്ങൾ നൽകിയത്. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. ഇന്നലെ ശക്തമായ കാറ്റും മഴയും ഉള്ളപ്പോഴായിരുന്നു ഈ മണൽ വാരുന്നതിനിടെ അപകടം ഉണ്ടായത്. തോണി മറിഞ്ഞാണ് അപകടം ഉണ്ടായത്.